ഗോവിന്ദ ഗോവിന്ദ. ഗുരുവായൂരപ്പാശനം പ്രസാദിക്കണേ, പ്രസാദിക്കണേ. ദുര്യോധനൻ ധർമ്മപുത്ര മഹാരാജാവിന് വളരെ വലിയ ആഗ്രഹം രാജസൂയം കൊണ്ട് ഭഗവാനെ പൂജിക്കണം എന്നുള്ളത്. ഗംഭീരമായിട്ട് നമ്മൾ നേരത്തെ അനുസ്മരിച്ചു. ഉദ്ധവന്റെ ആ ബുദ്ധിസത്തമനായിട്ടുള്ള ബൃഹസ്പതി ശിഷ്യന്റെ ഉദ്ധവന്റെ ബുദ്ധിവൈഭവം ഭഗവാൻ അറിയാനിട്ടൊന്നുമല്ല, തന്റെ ഭക്തനെ ഒന്നാമനാക്കി വെക്കണം എന്നുള്ള ആ ആഗ്രഹം. അതുകൊണ്ടാണ് ചോദിച്ചത്. അങ്ങനെ ഭഗവാൻ ധർമ്മപുത്രന്റെ യാഗം ചെയ്യുന്ന സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. ഭഗവാൻ മാത്രമല്ല 16,008 കന്യമാര്, അവരുടെ കുട്ടികള്, പല്ലക്കുകള് എല്ലാം. എന്നാൽ ധർമ്മപുത്രൻ എന്ന ഗംഭീരമായിട്ട് ഭഗവാനെ സ്വീകരിച്ചിട്ടുണ്ട്. ഗരുഡന്റെ കൂടെ അടയാളുള്ള ആ രഥം വന്നപ്പോഴേക്കും അങ്ങോട്ട് ചെന്നിട്ടുണ്ട്, നമസ്കരിച്ചിട്ടുണ്ട്. എന്നതിന് ശേഷം ഭഗവാൻ വന്നിട്ടുണ്ട്, ഏട്ടൻ എന്നെ നമസ്കരിക്കരുത് എന്നുള്ളത്. നകുല സഹദേവന്മാർ ഭഗവാൻ നമസ്കരിച്ചു. ആ ക്രമപ്രകാരമുള്ള പ്രത്യഭിവാദനങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം ആ കൊട്ടാരത്തിലേക്ക് വന്നു. കുന്തി മാതാവിനെ കണ്ടിട്ടുണ്ട്. കണ്ടു കഴിഞ്ഞ ശേഷമാണ് ചോദിക്കുന്നത്. യുധിഷ്ഠിരനോടൊപ്പം ചോദിച്ചിട്ടുണ്ട് ആ മാതാവ്, ഉണ്ണി യുധിഷ്ഠിര, കൃഷ്ണന് എന്താ കഴിക്കാൻ കൊടുത്തിട്ടുള്ളത്? ഇതാണ്ട് കേട്ടപ്പോൾ ധർമ്മപുത്രര് ഉറപ്പുറപ്പേണ്ട് തേങ്ങി കരയരുത്. കഴിക്കലും കൊടുക്കലല്ല, കാല് കഴിക്കലുണ്ടായിട്ടില്ല. കൃഷ്ണൻ വരൂ എന്ന് പറഞ്ഞു എന്നല്ലാണ്ട് അവിടെ ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പോഴാണ് പറഞ്ഞത്, ഒന്നും സാരമില്ല, കൃഷ്ണൻ അന്യനല്ല, നമ്മുടെ ആളാ, ഒന്നും കൊടുക്കേണ്ടതില്ല, എടുത്ത് കഴിച്ചോളും. ഇതാണ് ആ അമ്മ പറയുന്നത്. ഇത് കഴിഞ്ഞപ്പോൾ എന്തായിട്ടുണ്ട്? ആ ഭഗവാനാകട്ടെ ഉദ്ധവനെ മുഖത്തേക്ക് നോക്കിയിട്ടുണ്ട്. ഉദ്ധവൻ 2-3 പൊതി അവിടെ കൊണ്ടുവന്ന് കൊടുത്തിട്ടുണ്ട്. ആദ്യം അവർ പൊതിയിട്ട് ആ കുന്തി മാതാവിന്റെ കൈ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് പറഞ്ഞു, ഇത് പതിവുള്ളത്, കൃഷ്ണന്റെ പതിവ് എന്നാ പറയുന്നത്. ആ അമ്മ ആലോചിച്ചിട്ടുണ്ട്, തനിക്ക് 3ഉം 2ഉമായിട്ട് 5 മക്കളുണ്ട്. എന്നിട്ടോ? ഇതാണ് ആ അമ്മ ആലോചിച്ചത്. എപ്പ വരുമ്പോഴും എന്തുണ്ട്? കൃഷ്ണന്റെ കയ്യില് തനിക്കൊരു പൊതി ഉണ്ടാവും. ഇതന്നെയാണ് ആ അമ്മയ്ക്കുള്ള ഓർമ്മ വന്നത്. അത് കഴിഞ്ഞതിന് ശേഷമാണ് ഇത്രയൊക്കെ ആയപ്പോഴേക്ക് എന്തുണ്ട് എങ്കില് കുന്തി മാതാവ് എന്ന് പറഞ്ഞിട്ടുണ്ട് ധർമ്മപുത്രരോട്, ഉണ്ണി, കൃഷ്ണനെ നമ്മൾ കാല് കഴിച്ചില്ല, സ്വീകരിച്ചില്ല, ഒരു പ്രയാസമില്ല കേട്ടോ. പക്ഷെ അങ്ങനെയല്ല, കൃഷ്ണപത്നിമാര്, അവരുടെ ആ പുത്രന്മാര്, പുത്രവധുക്കള്, ഇവരൊക്കെ ചെന്നിട്ട് അങ്ങട് കൂട്ടിക്കൊണ്ടുവന്ന് സ്വീകരിക്കണം. പാഞ്ചാലിയോടാണ് ഇത് പറഞ്ഞിട്ടുള്ളത്. പാഞ്ചാലി ചെന്നിട്ടുണ്ട്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. 16,008 ആ രഥം അവിടെ വന്നിട്ടുണ്ട്. പാഞ്ചാലി ഒന്ന് നമ്മുടെ ഭാഷയില് കൊന്ന് കൈ പിടിച്ച് കുലുക്കുക. രുക്മിണി ജ്യേഷ്ഠത്തി വരൂ, യാത്രയൊക്കെ സുഖായില്ലേ, അങ്കിലിരിക്കാം. അത് കഴിയുമ്പോഴേക്കും സത്യഭാമ ജ്യേഷ്ഠത്തി. ഇങ്ങനെ കഴിയുമ്പോഴേക്കും നേരത്ര വേണം. ഇത് കഴിയുമ്പോഴേക്കും പിന്നെ എന്ത് വേണ്ടു? നമ്മുടെ ഭാഷ പറയുകയാണെങ്കിൽ പാഞ്ചാലിയുടെ കയ്യെ ധന്വന്തരം കുഴപ്പമിട്ട് ഒഴിയേണ്ടി വരും. 16,008 പത്നിമാര്, പിന്നെ അവരുടെ പുത്രവധുക്കൾ എത്രയൊക്കെ ആകുമ്പോഴേക്കും. എന്നാൽ ഒരു പ്രയാസം ഉണ്ടായിട്ടില്ല. കാരണം എന്താ വെച്ചാൽ ഇവിടെ കാണാം, ഭഗവാനെ അന്ന് ഗംഭീരമായിട്ട് ഉള്ളിൽ കൊണ്ടുപോയിട്ട് വിശ്രമിപ്പിച്ചിട്ടുണ്ട് ആ പാഞ്ചാലി. ഇതിന്റെ ഫലമായിട്ട് എന്തായില്ലെങ്കിൽ അവിടെ ആദ്യത്തെ ഭഗവാന്റെ അഷ്ടമഹിഷികൾ ഇറങ്ങുമ്പോ അവരെ സ്വീകരിക്കാൻ ആ പാഞ്ചാലി ഉണ്ട്, യഥാർത്ഥ പാഞ്ചാലി. അത് കഴിയുമ്പോഴോ പിന്നെ എല്ലാ തേരിന്റെ മുമ്പിലുണ്ട് ഓരോ പാഞ്ചാലി, ഓരോ പാഞ്ചാലി. എന്നതിന് ശേഷം പറയുന്നുണ്ട്, വരൂ, യാത്രയൊക്കെ സുഖായില്ലേ, അങ്ങോട്ട് പോവാം. ഇങ്ങനെ അപ്പൊ ഈ പുതിയ പാഞ്ചാലി വന്നിട്ട് കൈ പിടിച്ചപ്പോ മറ്റ് കൃഷ്ണഭക്തിമാർക്ക് ഇതിപ്പോ എന്താപ്പത്, കൃഷ്ണൻ വന്ന് കൈ പിടിക്കണ പോലുള്ള ഒരു അനുഭവം. എന്താ വെച്ചാൽ അവർക്ക് നല്ല പരിചയമുണ്ട്. ശ്രീകൃഷ്ണ ഭഗവാൻ കൈ പിടിച്ചാൽ ആ ഒരു രോമാഞ്ചം, ആ ഒരു ആനന്ദം ഇതുണ്ടാവണത്. എന്തായാലും ഉള്ളിലേക്ക് പോയിട്ടുണ്ട്, ഗംഭീരായിട്ട് അന്ന് വിശ്രമിപ്പിച്ചിട്ടുണ്ട്. എന്നതിന് ശേഷമാണ് ഭഗവാൻ ധർമ്മപുത്രനുമായിട്ട് അന്ന് സംസാരിച്ചത്. ധർമ്മപുത്രൻ പറയുന്നുണ്ട്, ഇതിനു മുമ്പ് രാജസൂയം ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ട്, വരുണൻ, ചന്ദ്രൻ തുടങ്ങിയവര്. അവരുടെ പട്ടികയില് എന്റെ പേരും കൂടി വരണമെന്ന് വിചാരിച്ചിട്ടില്ല മഹാപ്രഭു ഞാൻ യാഗം ചെയ്യാൻ തീരുമാനിച്ചത്. വേറൊന്നുമില്ല, ഒരുപാട് കാലമായി ഞാൻ വിചാരിക്കുന്നുണ്ട് അങ്ങയെയും അങ്ങയുടെ പത്നിമാരെയും ഒന്ന് ക്ഷണിക്കണം, അവർക്കൊക്കെ ഒരു നന്നാല് ഓണപ്പട കൊടുക്കണം എന്നുള്ളത്. ഇതിനു വേണ്ടിയിട്ടാണ്. മാത്രമല്ല അദ്ദേഹം പറയുന്നുണ്ട്, എന്തിനാണ് ഞാൻ രാജസൂയം ചെയ്യണതെങ്കിൽ
എങ്കിൽ തദ്ദേവദേവ ഭവതശ്ചരണാരവിന്ദ സേവാനുഭാവമിഹ പശ്യതു ഈ ലോക ഏഷ ഏത്വാം ഭജന്യ ഭജന്യുതോഭയേഷാം നിഷ്ഠാം പരദർശയ വിഭോ ഒരു സൃഞ്ജയാനാം. ആ പ്രഭു ഭഗവാനെ, അങ്ങയെ സേവിക്കുന്നവരും ആശ്രയിക്കുന്നവരും ശ്രീകൃഷ്ണ ഭഗവാനെ ഒട്ടും തന്നെ ആശ്രയിക്കാത്തവരുടെ ജീവിതവുമായിട്ടുള്ള ഒരു വ്യത്യാസം അത് ഈ ലോകത്തിനൊന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ എന്നാ പറയുന്നത്. എന്താണ്? വേറൊന്നുമല്ല, ഗുരുവായൂരപ്പനെ ആശ്രയിച്ചവരുടെ ജീവിതം എന്നും ഭഗവാൻ രാജസൂയമായി അങ്ങനെ കൊണ്ടു നടക്കുന്നുണ്ട്. അത് തന്നെയാണ് ഇതിന്റെ പ്രത്യേകത. ഗംഭീരമായിട്ടന്ന് ആ ജരാസന്ധനെ ജയിക്കാൻ സാധിച്ചിട്ടുണ്ട് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട്. ജരാസന്ധനെ കൊല്ലാൻ പോകുമ്പോ എങ്ങനെയായിരുന്നു? അങ്ങോട്ട് പോകുമ്പോ കൃഷ്ണ അർജുന മൃഗോദര അങ്ങനെയായിരുന്നു. ഈ കൃഷ്ണന്റെ പിന്നാലെ പറഞ്ഞത് കേട്ട് പോട്ടെ എന്നുള്ള ഭാവത്തില് പോയി എങ്കിൽ ആ ഭീമൻ തിരിച്ചു വരണതോ വിജയശ്രീലാളനായിട്ട് തിരിച്ചു വരുമ്പോ വരണത് ആദ്യം ഭീമൻ, പിന്നെ അർജുനൻ, അതിന്റെ പിന്നില് ശ്രീകൃഷ്ണ ഭഗവാൻ. ഭീമാർജുന ജനാർദ്ദന. എന്താണ്? വേറൊന്നുമല്ല, ആ ശ്രീകൃഷ്ണ ഭഗവാന്റെ ഒരൊറ്റ അനുഗ്രഹം അത് മാത്രമാണ് അന്ന് ആ ധർമ്മപുത്രന്റെ രാജസൂയം ഇത്ര ഗംഭീരായിട്ട് കാരണം. എന്നാൽ ഇത് കണ്ടിട്ടുള്ള ധർമ്മപുത്രൻ ഈ ഭീമനോട് എന്തെങ്കിലും ഒരു വാക്ക് നന്നായി അനിയാന്നൊരു പറയലുണ്ടായില്ല. കാരണം ആനന്ദാശ്രുവലാം മുഞ്ചൻ പ്രേമണ നോവാച കിഞ്ചന. ആ ധർമ്മപുത്രർക്കറിയാം ആരുടെ കേമത്വം കൊണ്ടാണ് ഇപ്പോ തന്റെ അനിയൻ ജയിച്ചത് എന്നുള്ളത്. വേറൊന്നുമല്ല, ആ പിന്നാലെ നടക്കണ ഞാൻ ആരുമല്ല ഇവരുടെ അമ്മാവന്റെ മകൻ എന്ന ഭാവത്തിൽ നടക്കണ ഒരാളുണ്ടല്ലോ ശ്രീകൃഷ്ണ ഭഗവാൻ, അദ്ദേഹത്തിന്റെ കേമത്വം കൊണ്ടാണ് ഈ തന്റെ അനിയൻ ജയിക്കാനായത് എന്ന് ധർമ്മപുത്രർക്ക് നല്ലോണം അന്ന് മനസ്സിലായിട്ടുണ്ട്. പിന്നീടാണ് ഗംഭീരമായിട്ട് ഓരോരുത്തരെ ഈ ഭഗവാന്റെ നിർദ്ദേശപ്രകാരമാണ് വിശ്വകർമാവ് യജ്ഞശാല അന്ന് ഉണ്ടാക്കിയിട്ടുള്ളത്. എല്ലാം സ്വർണം കൊണ്ടും രത്നം കൊണ്ടും മാത്രമാണ് അവിടെ ഉള്ളത്. ഓരോ യാഗത്തിന് വേണ്ട സാധനങ്ങളെല്ലാം തന്നെ ഉണ്ടാക്കിയിട്ടുള്ളത്. വരുന്നവർക്ക് താമസിക്കാനുള്ള രമ്യഹർമ്മ്യങ്ങള് അങ്ങനെ അനേകം എന്നിട്ടാണല്ലോ ദുര്യോധനൻ അതിലെ വെള്ളാണോ ജലാണോ കരയണോ എന്ന് അറിയാണ്ടപ്പെട്ടത്. അത്ര കേമായിട്ടാണ് വിശ്വകർമാവ് അതെല്ലാം തന്നെയാണ് ഉണ്ടാക്കിയിരുന്നത്. ഋഷീശ്വരന്മാരെ വന്നിട്ടുണ്ട്. ഓരോരുത്തരെ അന്ന് അവിടെ വരിക്കല്, അതായത് ചില ആൾക്കാർ ഋത്തുക്കുകളായിട്ട് വരിച്ചിട്ടുണ്ട്, ഹോതാക്കളായിട്ട് വരിച്ചിട്ടുണ്ട്, യുഗാതാക്കളായിട്ട് വരിച്ചിട്ടുണ്ട്. അങ്ങനെ ഓരോരുത്തർക്കും ഓരോ ചുമതലകള് ഗംഭീരമായിട്ട് അന്ന് ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ശ്രീനാരദ മഹർഷിയാണ് അന്ത്യവസാനായിട്ട് അങ്ങനെ ഓടി നടക്കുന്നത്. അവസാനം ഭഗവാൻ പറഞ്ഞു, ഇതിപ്പോ ഏട്ടൻ എനിക്ക് മാത്രം ഒരു ഉത്തരവാദിത്വം തന്നിട്ടില്ല. അപ്പൊ ധർമ്മപുത്രൻ പറഞ്ഞു, ഉണ്ണി കൃഷ്ണ അങ്ങക്ക് ഒരു ഉത്തരവാദിത്വം ഇല്ല, ഇവിടെ ഉണ്ടാവുക എന്നാണ് പറയണത്. അപ്പൊ പറഞ്ഞു, അങ്ങനെയാണ് എങ്കിൽ ഞാൻ ഇന്ന് വൈകുന്നേരത്തെ ചായ കഴിഞ്ഞാൽ പോയി. കൃഷ്ണൻ പറഞ്ഞു, എന്താ വെച്ചാൽ ഒരു ഉത്തരവാദിത്വം ഇല്ലാണ്ട് പറ്റില്ല. ഇത് കേട്ട ധർമ്മപുത്രർ കരയാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോഴൊക്കെയാണ് ശ്രീനാരദ മഹർഷി വന്നത്. എന്താണ് കാര്യം വെച്ചാൽ അദ്ദേഹം ധർമ്മപുത്രരോട് അപ്പം പറഞ്ഞു, എന്തിനാണ് ഇപ്പൊ കരയണത്? നമ്മളല്ലേ ഈ ഭഗവാനെ കാല് കഴിക്കാൻ വിചാരിച്ചിട്ടുള്ളത്, ഏൽപ്പിച്ചിട്ടുള്ളത്. ഇതാണ് പറഞ്ഞു ശ്രീനാരദ മഹർഷി. ശ്രീനാരദ മഹർഷി പറഞ്ഞത് എന്താ? ഈ അഗ്രാസന പൂജയുടെ മുമ്പെയുള്ള കാല് കഴിക്കാൻ ശ്രീകൃഷ്ണ ഭഗവാനെ അല്ലേ നമ്മൾ നിശ്ചയിച്ചത് എന്നാണ് ധർമ്മപുത്രരോട് പറഞ്ഞത്. അദ്ദേഹത്തിന് അത് മനസ്സിലായി. ഭഗവാനോ അത് മതി പറഞ്ഞു. എന്താ വെച്ചാൽ ഭഗവാൻ വിചാരിച്ചത് എന്താ? വരുന്ന ആൾക്കാരെ മുഴുവനും കാല് കഴിക്കാൻ മുമ്പില് കിണ്ടിയും വെള്ളം കൊടുത്തിട്ട് ഈ ഭഗവാൻ എന്നാണ് വിചാരിച്ചത്. എന്നാ പിന്നെ അങ്ങനെ തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. ആരൊക്കെ വരണത്? സനകാദി ഋഷീശ്വരന്മാര്, വസിഷ്ഠൻ, വാമദേവൻ, ഇങ്ങനെയുള്ള എല്ലാവരും. ദുർവാസാവ് മഹർഷി അടക്കം അവിടെ വന്നിട്ടുണ്ട്. ദുർവാസാവ് മഹർഷി വന്നു കഴിഞ്ഞപ്പോൾ അപ്പം കൊടുത്തു ഭഗവാന്റെ കയ്യിൽ ഒരു ബാഗ്. നമ്മളൊക്കെ പതിവുണ്ട് എന്തല്ലേ, നമ്മുടെ ബന്ധുക്കളും ഗൃഹത്തിലൊക്കെ വലിയ വിശേഷങ്ങളായിട്ട് ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ ബാഗ് അവിടെ വയ്ക്കും. എന്താ വെച്ചാൽ 2 ദിവസം കഴിഞ്ഞിട്ട് ഇനി പോരുള്ളൂ, ഇതൊന്നും അവിടെ സൂക്ഷിക്കണം കേട്ടോ, പോകുമ്പോൾ അങ്ങോട്ട് തന്നാൽ മതി. എന്നാൽ ഇതുപോലെ ദുർവാസാവ് മഹർഷി കൊടുത്തിട്ടുണ്ട് ഒരു ബാഗ്. ഉണ്ണി കൃഷ്ണ ഇത് ഉണ്ണി തന്നെ എടുത്തു വയ്ക്കാൻ നല്ലത് എന്ന് പറഞ്ഞിട്ട് എന്താ അദ്ദേഹത്തിന്റെ ദേഷ്യം മുഴുവൻ ഒരു ബാഗിലാക്കി സിബിട്ട് ഭഗവാന്റെ കയ്യിലാണ് കൊടുത്തു. രാജസൂയം ഭാഗവതം നാരായണീയല്ല, രാജസൂയം പ്രബന്ധം മേൽപ്പത്തൂര് നോക്കിയാലും എവിടെ നോക്കിയാലും ദുർവാസാവ് ദേഷ്യപ്പെട്ടതായിട്ട് കാണില്ല.
കൃഷ്ണനെ അനുസ്മരിച്ചതുപോലെ 18 മാസം ആണ് ഉണ്ടായിട്ടുള്ളത്. ഈ 18 മാസം ഇത്രയൊക്കെ ആൾക്കാരുണ്ടായിട്ട് ഇവരോടൊപ്പം സംസാരിച്ചിട്ട് ദുർവാസാവ് മഹർഷി ഉണ്ടായിട്ടില്ല, ദേഷ്യപ്പെടല്. അതുപോലെ ആഴ്ചയിൽ 4 തുള്ളി കറുക നീരെയാണ് അദ്ദേഹത്തിന് വേണ്ടതുള്ളൂ. അതൊന്നുമല്ല, വിഭവസമൃദ്ധമായിട്ടുള്ള ഭക്ഷണം ഗംഭീരമായിട്ട് അദ്ദേഹം ഇടവുമല നോക്കാണ്ട് കഴിച്ചിട്ടുണ്ട്. കാരണം എന്താ? അവിടെ ശ്രീകൃഷ്ണ ഭഗവാന്റെ ആ മഹാത്മ്യം തന്നെയാണ് അതിന്റെ കാരണം. അങ്ങനെ യാഗം അങ്ങനെ പുരോഗമിക്കുന്നുണ്ട്. എവിടെ നോക്കുമ്പോഴും എന്തുണ്ട്? ശ്രീകൃഷ്ണ ഭഗവാൻ അങ്ങനെ നിറഞ്ഞ് അങ്ങനെ നിൽക്കുന്നുണ്ട്. ശിശുപാലൻ എന്തൊക്കെ നോക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ പറയും, അവനില്ലാത്ത ഒരു സ്ഥലം കാണാനില്ല. ശിശുപാലൻ അവിടുന്ന് വന്ന് നോക്കുന്നുണ്ട്. ആദ്യം ഈ ഹോമം ചെയ്യണ അവിടെ കൃഷ്ണന് വലിയ ഇതൊന്നുമില്ലല്ലോ, ഇഷ്ടം പോലെ ഋഷീശ്വരന്മാരാണ്. അതുകൊണ്ട് കാലൊഴിക്കാനാണല്ലോ മുമ്പിൽ നിൽക്കണത്, ഇവിടെ ഉണ്ടാവില്ല വിചാരിച്ച് ആ ഹോമം ചെയ്യണത് ചെന്ന് നോക്കുമ്പോ ആ ഋഷീശ്വരന്മാരൊക്കെ ഉണ്ടാവുന്ന സംശയം തീർത്തു കൊടുക്കുന്ന കൃഷ്ണൻ അവിടെ കാണാനുണ്ട്. ഇതൊക്കെ കഴിഞ്ഞ് ഓരോ ഭാഗത്തു കൂടെ ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ഇവിടെ വേണ്ട എന്നുള്ളത്. അവസാനം അടുക്കളയിൽ പോയി നോക്കി ശിശുപാലൻ. എന്താ വെച്ചാൽ ഇവിടെ ഉണ്ടാവില്ല. എന്താ കാരണം വെച്ചാൽ ഈ കരിയും പുകയൊക്കെ കൊണ്ട് 10-18 മാസം ഇവിടെ ഉണ്ടാവില്ല, ഉറപ്പാ. എന്നാൽ തനിക്ക് അവിടെ നിൽക്കാം. ഇതാണ് ശിശുപാലൻ വിചാരിച്ചത്. അവിടെ നോക്കുമ്പോൾ പറയുന്നു, ഭീമസേനോട് പറയുന്ന, ഭീമേട്ട ഇനി ആ പഞ്ചാര പായസത്തിന്റെ കുത്തുചട്ടുകൻ ഞാൻ പിടിക്കാട്ടോ, ഇളക്കാൻ കുറച്ചു നേരം, ഒരു ദിവസം പോരാത്. ഇതാണ് പറയുന്നത് ഭഗവാൻ. ഇങ്ങനെ എവിടെ നോക്കുമ്പോഴും അപ്പൊ വിചാരിച്ചു എന്നാ കഷ്ണം തൊട്ടിനോടത്ത് പോവാം. അങ്ങനെ ശിശുപാലൻ കഷ്ണം തൊട്ടിനോടത്ത് ചെന്നു. അപ്പണ്ടാ പറയുന്നുണ്ട്, അവിടെ കുമ്പളഞ്ഞ നോക്കുന്ന ആൾക്കാരോട് ഓലന് നോക്കുമ്പോഴേ കട്ടി കുറച്ച് നോക്കണം കേട്ടോ, കേമാവണം. ഇങ്ങനെ എവിടെ നോക്കുമ്പോഴും ഈ ശിശുപാലൻ ശ്രീകൃഷ്ണ ഭഗവാനെ കാണാനുള്ളൂ. അതന്നെയാണ് ധർമ്മപുത്രൻ രാജസൂയം ഇങ്ങനെ കേമാവാൻ കാരണം. എല്ലായിടത്തും ആ ശ്രീകൃഷ്ണ ഭഗവാൻ അങ്ങനെ നിറഞ്ഞങ്ങനെ നിൽക്കുന്നുണ്ട് ആ മഹാലക്ഷ്മിയോട് കൂടിയിട്ടേ. അതന്നെയാണ് അതിന്റെ കാര്യം. അവസാനം എന്തായിരുന്നുണ്ടെങ്കിൽ പറയുന്നുണ്ട് ഈ ശിശുപാലൻ എത്ര പ്രായമായിട്ടുണ്ട്, കുട്ടികളായിട്ടുണ്ട്, പേരക്കുട്ടികളായിട്ടുണ്ട്, ഇതെല്ലാം ആയിട്ടുണ്ട്. എന്നിട്ടും എന്തുണ്ട് എങ്കിൽ ആ തലയിൽ ഒരു പീലൊക്കെ ഇങ്ങനെ വെച്ച് കാലിലൊരു ചെലമ്പ് ഇങ്ങനെ അണിഞ്ഞ് മഞ്ഞ പട്ട് അതങ്ങനെ കൊടുത്ത് കണ്ടാവല കൊടുങ്ങല്ലൂർക്ക് പോവാണ് തോന്നും. ക്ലാം പറഞ്ഞിട്ട് ഇങ്ങനെ നടക്കണത് അങ്ങനെ കണ്ടാൽ അവന്റെ ഒരു നടത്തം ഇതാ പറയുന്നത്. എന്താ ഇടയ്ക്കിടയ്ക്ക് അവൻ 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 എന്നിങ്ങനെ പറയുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ ഈ ഭഗവാന് ഒരുണ്ട് തച്ഛബ്ദ പ്രതിപാദിതൻ ആണ് ഭഗവാൻ. അപ്പൊ അതിന് മലയാളത്തിൽ പറഞ്ഞാൽ അവൻ തന്നെയാണ് അതിന് അർത്ഥം പറയുക. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ശിശുപാലൻ ഇതങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ ആ 13ാമത്തെ മാസം ഭഗവാൻ ഋഷീശ്വരന്മാര് ഭഗവാനെ കാലൊഴിക്കുക എന്നുള്ള ചടങ്ങായിട്ടുണ്ട്. യുധിഷ്ഠിരനെ വിളിച്ചിട്ടുണ്ട്. അപ്പൊ പറഞ്ഞിട്ടുണ്ട്, ഭഗവാനെ പൂജ കഴിക്കുക എന്നങ്ങോട്ട് ആവുമ്പോഴേ നിങ്ങളൊപ്പം നിന്നിട്ട് എനിക്ക് പറഞ്ഞു തരണം. പൂജ അറിയാത്തൊന്നുമല്ല, പക്ഷെ കൃഷ്ണന് പൂജ കഴിക്കുക എന്നായാൽ ഞാൻ ചിലപ്പോ ആദ്യം ജലം അർച്ചിക്കേണ്ടതിന് പകരം ഗന്ധം ചന്ദനം അർച്ചിക്കും. അത് കഴിഞ്ഞാൽ പൂവ് അർച്ചിക്കുന്നതിന് പകരം ഞാൻ ജലം അർച്ചിക്കും. മാറി അർച്ചിക്കിട്ടോ. എന്താ വെച്ചാൽ എന്റെ മനസ്സ് അങ്ങനെ ആണ്. അതുകൊണ്ട് ഓരോന്ന് കഴിഞ്ഞാലും നിങ്ങളത് അങ്ങനെ പറഞ്ഞു തരണം എന്നാണ് ഋഷീശ്വരന്മാരോട് പറയുന്നത്. പിന്നെ അവരുടെ ആ നേതൃത്വത്തിലാണ് ഭഗവാനെ ഗംഭീരമായിട്ട് അന്ന് ആ ധർമ്മപുത്രരെ പൂജ കഴിച്ചിട്ടുണ്ട്. അങ്ങനെ ഭഗവാന് നിവേദ്യം സമർപ്പിക്കുക എന്നായപ്പോഴാണ് ഭീമസേനന്റെ ആ എല്ലാ വൈഭവവും തികഞ്ഞുകൊണ്ടുള്ള ഗംഭീരമായിട്ടുള്ള സദ്യ അന്ന് ഭഗവാന് വിളമ്പിക്കൊടുത്ത് ഗംഭീരമായിട്ട് സമൃദ്ധമായിട്ട് ഉള്ള വിഭവമുണ്ട് അന്ന് കൂട്ടിയിട്ടുണ്ട് ഭഗവാനെ. ഇനി ഭഗവാന് ദക്ഷിണ എന്നങ്ങായി. അത്ര ആയപ്പോ ഭഗവാൻ അവിടുന്ന് പറഞ്ഞു ധർമ്മപുത്രരോട്, ഏട്ടാ ദക്ഷിണ കുറയ്ക്കണ്ട കേട്ടോ. എന്താ വെച്ചാൽ അമ്മാമന്റെ മകൻ എന്ന് വിചാരിച്ചിട്ടേ ദക്ഷിണ കുറയ്ക്കണ്ട എന്നാണ് ചിരിച്ചുകൊണ്ട് ആ ഭഗവാൻ പറയണത്. പിന്നെന്തായിരുന്നെങ്കിൽ അർജുനൻ, നകുലൻ, സഹദേവൻ ഇവരൊക്കെ കൂടിയിട്ട് അനേകം ഘട്ട ദിവ്യമായിട്ടുള്ള പട്ട്, പ്രത്യേകിച്ച് കാശ്മീരിൽ നിന്ന് നേരെയാക്കി കൊണ്ടുവന്നിട്ടുള്ള പട്ട്, അനേകം രത്നങ്ങള്, സ്വർണ്ണ നാണയങ്ങള്, ഇതൊക്കെ കൂടിയിട്ട് ആ ഭഗവാന്റെ മുമ്പിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. എന്നതിന് ശേഷം ആ യുധിഷ്ഠിരനാകട്ടെ ഇത് മുഴുവനും കണ്ണീരിൽ കുളിപ്പിച്ചിട്ടാണ് ആ ഭഗവാന്റെ നീട്ടിയ കയ്യിലേക്ക് തൽസൽ ബ്രഹ്മാർപ്പണം എന്ന് പറഞ്ഞിട്ട് ആണ് കൊടുത്തു.
ആദ്യം യുധിഷ്ഠിരൻ നമസ്കരിച്ചിട്ടുണ്ട്. പിന്നെ മറ്റുള്ള പാണ്ഡവന്മാരെല്ലാവരും അന്ന് നമസ്കരിച്ചിട്ടുണ്ട്. പാഞ്ചാലി, സുഭദ്ര എല്ലാവരും നമസ്കരിച്ചിട്ടുണ്ട്. നമസ്കാരം എന്ന് ഋഷീശ്വരന്മാരെല്ലാവരും വിളിച്ചു പറഞ്ഞു. അന്ന് അവിടെ ഉണ്ടായിരുന്ന സുഹൃതികളായിട്ടുള്ള എല്ലാ ജനങ്ങളും ശ്രീകൃഷ്ണ ഭഗവാന് ആ യോഗേശ്വരേശ്വരനായിട്ടുള്ള പൂജ സ്വീകരിച്ച ഭഗവാൻ അന്ന് നമസ്കരിച്ചിട്ടുണ്ട്. ഭഗവാനാകട്ടെ യുധിഷ്ഠിരന്റെ തലയിൽ കൈ വെച്ച് നന്നായി ഗംഭീരായിട്ടുണ്ട് അനുഗ്രഹിച്ചു. എന്നതിന് ശേഷം നോക്കണത് കുന്തി മാതാവിന്റെ മുഖത്തേക്കാണ്. എന്താ അമ്മേ, പോരെ അമ്മയുടെ മകനെ അനുഗ്രഹിച്ചത്? ഈ ഭാവത്തിലാണ് അന്ന് ഭഗവാൻ ആ അമ്മയെ നോക്കിയിട്ടുള്ളത്. യുധിഷ്ഠിരനെ പിടിച്ച് എഴുന്നേൽപ്പിച്ചിട്ടുണ്ട്. ഇനി എല്ലാവർക്കും ഭക്ഷണം എന്നായപ്പോഴാണ് ഇത് ഭീമൻ അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞപ്പോഴാണ് പറഞ്ഞത്, ആ ഭക്തി നമ്മളിപ്പോൾ അവിടെ തീർത്ഥജലം തളിച്ചുല്ലോ, ഇതുപോലെ അന്ന് തീർത്ഥം തളിച്ചിട്ടുണ്ട്. എല്ലാവർക്കും ഭഗവാന്റെ പാദതീർത്ഥം തളിച്ചിട്ടുണ്ട്. എത്രയായാലും ശിശുപാലൻ പറഞ്ഞു, ആരാപ്പ എന്റെ മേലേക്ക് ഈ വെള്ളം കുടയണത്? ഇതൊക്കെ കഴിഞ്ഞ് ഭക്ഷണം നായകമാണ് പറഞ്ഞത്, ആവട്ടെ ആയിട്ടില്ല എന്നാണ് പറയുന്നത്. അങ്ങനെ വീണ്ടും ഭഗവാനെ കുറിച്ച് അനേകം അധിക്ഷേപ വാക്കുകൾ എന്ന് പറഞ്ഞു. 100ാമത്തെ അപരാധം പറയുന്നവരെയാണ് ഭഗവാൻ ക്ഷമിച്ചിട്ടുള്ളത്. 100 അപരാധം പറഞ്ഞു കഴിഞ്ഞു എന്നായപ്പോ ചക്രം കൊണ്ട് അന്ന് ഭഗവാൻ ശിശുപാലനെ വധിച്ചിട്ടുണ്ട്. ദിവ്യമായ ഒരു തേജസ് ഭഗവാന്റെ പാദത്തില് വിലയം പ്രാപിച്ചു. അവഹൃത സ്നാനത്തോടെ രാജസൂയം അന്ന് ഭംഗിയായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ജനങ്ങള് അന്ന് എല്ലാവരും തന്നെ ഭഗവാനും യുധിഷ്ഠിരനും ഗംഭീരമായിട്ട് ജയ് വിളിച്ചു. എന്നാൽ ഭക്ഷണം എല്ലാം കഴിഞ്ഞ് ഇതെല്ലാം ഒന്നും കൂടിയൊക്കെ നടന്നു കാണാമെന്നെല്ലാം വിചാരിച്ചിട്ട് ഗംഭീരമായിട്ട് നടന്ന യുധിഷ്ഠിരനാകട്ടെ അന്ന് സ്ഥലജലഭ്രമം കൊണ്ട് വെള്ളമില്ല എന്ന് വിചാരിച്ച് വെള്ളത്തിൽ വീണിട്ടുണ്ട്. വെള്ളമുണ്ട് എന്ന് വിചാരിച്ച് അദ്ദേഹത്തിന്റെ വസ്ത്രം പൊതിച്ചു പിടിച്ച് നടന്നിട്ടുണ്ട്. വെള്ളത്തിൽ വീണപ്പോ ആദ്യം ചിരിച്ചത് ശ്രീകൃഷ്ണ ഭഗവാനാണ്. ശ്രീകൃഷ്ണ ഭഗവാനെ ചിരിച്ചു കഴിഞ്ഞപ്പോ എന്തുണ്ട്, ആ പാഞ്ചാലി അടക്കമുള്ളവരെ ഭീമനും ഒക്കെ ഭഗവാൻ മുഖത്തേക്ക് അങ്ങോട്ട് നോക്കി. ഭഗവാൻ പറഞ്ഞു എന്നറിയില്ല കേട്ടോ, ചിരിച്ചോളൂ എന്നുള്ളത് എല്ലാവരോടും. എന്തായിട്ടുണ്ടെങ്കിൽ അതോടുകൂടിയിട്ട് എന്തായിട്ടുണ്ട്, പാഞ്ചാലിയും ഭീമനും ചിരിക്കണത് എന്ന് ദുര്യോധനൻ കണ്ടു. അതോടുകൂടിയിട്ട് ദുര്യോധനൻ എന്ന് പറഞ്ഞിട്ടുണ്ട്, പാഞ്ചാലി ഇതുപോലൊരു സഭയിൽ വെച്ച് ഞാൻ നന്ദിയും അവമാനിക്കും എന്നുള്ളത്. ഇത് കേട്ട ശ്രീകൃഷ്ണ ഭഗവാൻ പറഞ്ഞു, ഭഗവാനെ ഈശ്വര, അന്നയ്ക്ക് ഈ കൃഷ്ണൻ ജീവനോടിരിക്കണേ എന്നുള്ളത്. എന്താ വെച്ചാൽ ബാക്കിയുള്ള കാര്യം നോക്കിക്കോളാൻ തന്നെയാണ്. ഇത് അങ്ങനെയാണ് ഗംഭീര ഭാരത യുദ്ധത്തിന് ബീജാവാപം ചെയ്തുകൊണ്ടാണ് ആ രാജസൂയ ഗംഭീരമായിട്ട് കഴിഞ്ഞത് എന്ന് പറഞ്ഞുകൊണ്ടാണ് അടുത്ത കഥാഭാഗത്തിലേക്ക് നമ്മൾ കടക്കുന്നത്.